പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. വായനയുടെ ലോകത്ത് നിന്നും ഒരുപാട് ദൂരത്തേക്ക് നമ്മുടെ കുട്ടികൾ അകന്നു പോയിരിക്കും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തില് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ തോന്നി, ഈ വർഷം നമുക്ക് മലയാള ഭാഷയെ തന്നെ നമുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുവാനും, അതുപോലെ മലയാളത്തിലെ കവികളെയും ഗ്രന്ഥകർത്താക്കളെയും, അതുപോലെ മലയാളത്തിലെ വിവിധ കൃതികളെയും വ്യവഹാര രൂപങ്ങളെയും എല്ലാം കുട്ടികൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുക. മലയാളം തെരഞ്ഞെടുക്കുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ മാതൃത്വത്തിന്റെ മലയാളത്തിന്റെ മുത്തശ്ശിയായ ബാലാമണിയമ്മേനൊന്നും ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളോട് മലയാളത്തെ കുറിച്ച് തന്നെ പറഞ്ഞാൽ എന്താ, മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നിതൊന്നാമതായി. കഴിയണം. അപ്പൊ എല്ലാ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മളുടെ ബഹുമാനപ്പെട്ട ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ആയിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട സിന്ധു ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു പ്രോഗ്രാം ഒന്നിന്റെയും പേരിലല്ലാതെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനേക്കാൾ മുകളിലായിട്ട് നമ്മുടെ സ്കൂളിന്റെ പേര് ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനായി നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മാഡം ഇവിടെ സംസാരിച്ചപ്പോ പറഞ്ഞു, കഥകൾക്കും കവിതകൾക്കും മനുഷ്യനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് അപാരാണ് അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല മനുഷ്യരാവുക. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മൊഴി എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഒത്തുചേർന്നിരിക്കുന്നത് പരിപാടികളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലേറെ അഭിമാനമുണ്ട്. നമ്മുടെ കാക്കശ്ശേരി സ്കൂളിലെ പരിപാടികളിൽ പിള്ളേരെ ഓരോ ദിവസം ചെല്ലുമ്പോഴും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദനക്കട്ടിൽ വെമ്പലനാട്ടിലെ തമ്പുരാനെ തമ്പുരാനിക്കൊരു കട്ടിൽ വേണം. പെൺകുട്ടികൾ കാണട്ടെ സാരിയും മാലയും ചേർച്ചയുള്ളൂ. നീ എന്താണിങ്ങനെ മൂകയാവാൻ, നിൻവിഴിയുടെ കടന്നു നീക്കാൻ ഇങ്ങനെ. അതിലെന്റെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു, അതിനൊന്നു പിടിക്കുവാമിടം കൊടുത്തു. നീരാകരേണു ഹിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ സാധിക്കും. അപ്പൊ മറ്റുള്ളവരെ കാണാത്തത് കാണുക എന്നുള്ളതാണ് കവിത എഴുതുന്നവര് ശ്രദ്ധിക്കേണ്ടത്.
മറ്റുള്ളവരെ കാണാത്തത് കാണുക. അല്ലെ? ഇത് വേണ്ടല്ലേ? താഴ്വാരത്തിലെ അനുമക്കുടിലിൽ അമ്പിളി പോലൊരു കുഞ്ഞുണ്ടേ, അമ്പിളി പോലൊരു കുഞ്ഞുണ്ടേ. കഥ കേൾക്കണം. പാട്ട് കേട്ടാലേ കഥ പറയാൻ പറ്റൂ. ഞാൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി. നമ്മുടെ ഭാഷ, നമ്മുടെ തറവാട്ടമ്മ ആരാ? നമ്മുടെ മലയാള ഭാഷയാണ്. ആ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ വർഷം മൊഴി എന്ന തനത് പ്രവർത്തനം എടുത്തിരിക്കുന്നത്. കഥകളും കവിതകളും എല്ലാം കൂടിച്ചേർന്ന ഒരു പ്രോഗ്രാം.